ആസിഫ് ചേരുന്നുണ്ട് വീണ്ടും വിവരങ്ങളുമായി. ആസിഫ്, NSS എങ്ങനെയാണ് ഈ കാര്യങ്ങളെ ഇനി വിശദീകരിക്കുക? ഇപ്പോഴത്തെ കാര്യങ്ങൾ ഈ ഒരൊറ്റ ചെറിയ വാർത്താക്കുറിപ്പിൽ ഒതുക്കാൻ തൽക്കാലം കഴിയില്ല. കാരണം കേരളത്തിലെ ഏറ്റവും പ്രബലമായ രണ്ട് സാമുദായിക സംഘടനകൾ തമ്മിലുള്ള ഐക്യത്തെക്കുറിച്ച് രണ്ട് സംഘടനകളുടെയും പ്രധാനപ്പെട്ട നേതാക്കൻ, രണ്ട് സംഘടനകളുടെയും ജനറൽ സെക്രട്ടറിമാർ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നത്. എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? ഹർഷൻ, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരുന്നത് ഈ ഒരു കാര്യത്തിൽ പ്രമേയം അവതരിപ്പിച്ചത് സുകുമാരൻ നായർ. ആ പ്രമേയം അവതരിപ്പിച്ചപ്പോൾ സുകുമാരൻ നായർ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തവണ SNDP NSS ഐക്യത്തിന് ശ്രമിച്ചത് എന്ന് സുകുമാരൻ നായർ തന്നെ ഇത്തരത്തിൽ യോഗത്തിൽ പറയുന്നു. അതിന് കാരണമായി പറയുന്നത് NDAയുടെ ഘടകകക്ഷി നേതാവായ തുഷാർ വെള്ളാപ്പള്ളിയെ തന്നെ ഈ ഐക്യ നീക്കത്തിന് ചുക്കാൻ പിടിക്കാൻ നിയോഗിച്ചതടക്കമുള്ള കാര്യങ്ങൾ അത് സംശയപരമാണ്, അത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ഉള്ളതാണ് എന്നുള്ള ഒരു വിലയിരുത്തൽ. അത് തന്നെയാണ് നമ്മൾ ആദ്യം ആലോചിച്ചതുപോലെ. ഇക്കാര്യത്തിൽ BJP നേതൃത്വം, നമ്മൾ ഒറ്റ നോട്ടത്തിൽ ഇത് CPIM നേതൃത്വത്തിന് സന്തോഷമുള്ള കാര്യമെന്നോ വരുന്ന തെരഞ്ഞെടുപ്പിലെ രണ്ട് പ്രധാനപ്പെട്ട സമുദായ സംഘടനകളുടെ ഐക്യം അനുകൂലമാകുമെന്ന തോന്നലോ ഒക്കെയാണ് ചർച്ചയാവുന്നതെങ്കിൽ അടിസ്ഥാനപരമായി ഇതിനുള്ളിൽ പ്രവർത്തിക്കുന്ന ഇങ്ങനെ സൂക്ഷ്മ രാഷ്ട്രീയമുണ്ടല്ലോ, അതിലേക്ക് പോകാത്തത് എന്തുകൊണ്ട് എന്നുള്ളതായിരുന്നു നമ്മുടെ ആലോചന. ആ വിഷയം ആ മട്ടിൽ തന്നെയാണ് ആലോചിച്ചിരിക്കുന്നത് എന്ന് വേണമല്ലോ അപ്പോൾ മനസ്സിലാക്കാൻ. ഒരു ട്രോജൻ കുതിരയായി ആണ് തുഷാർ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വിടുന്നത് എന്നുള്ള ആശങ്ക അത് NSS നേതൃത്വത്തിന് ഉണ്ടായി എന്നതല്ലേ സത്യം? NSS അത് വിലയിരുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. കാരണം SNDP NSS ഐക്യത്തിൻ്റെ അപ്പുറത്തേക്ക് അതിന് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മുൻകൂട്ടി കണ്ടുള്ള ഒരു അജണ്ടയുടെ ഭാഗമായാണ് എന്ന് NSS സംശയിക്കുന്നു. അതിൻ്റെ ഭാഗമായി തന്നെയാണ് NDAയുടെ നേതാവ് കൂടിയായ തുഷാർ വെള്ളാപ്പള്ളിയെ ഈ ഐക്യശ്രമത്തിനായി ചുമതലപ്പെടുത്തിയത് തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി NSS വിലയിരുത്തുകയും അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഒരു ഐക്യം അത് NSS വലിയ രീതിയിൽ ദോഷം ചെയ്യും. കാരണം അത് ആ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും അത് ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള ഐക്യനീക്കമായി വിലയിരുത്തപ്പെടുകയും ചെയ്യുമെന്ന് NSS കൃത്യമായി വിലയിരുത്തി. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രമേയം സുകുമാരൻ നായർ അവതരിപ്പിക്കുമ്പോൾ അതിന് വലിയ രീതിയിൽ ആ ഒരു അദ്ദേഹം ചൂണ്ടിക്കാണിച്ചുള്ള കാര്യങ്ങൾക്ക് അംഗീകാരം നൽകിക്കൊണ്ടാണ് ഇന്ന് ജനറൽ ബോഡി യോഗം NSS SNDP ഐക്യം വേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. എന്തായാലും SNDP മുന്നോട്ട് വെച്ച ഈ ഐക്യശ്രമത്തിന് വിലങ്ങുതടിയായി മാറിയത് എന്തായാലും തുഷാർ വെള്ളാപ്പള്ളിയെ മുൻനിർത്തിക്കൊണ്ടുള്ള ഐക്യശ്രമങ്ങൾക്കാണ് ഏറ്റവും വലിയ തിരിച്ചടി ആയത് എന്നുള്ളതാണ് ഈ സമയത്ത് നമുക്ക് വിലയിരുത്താൻ കഴിയുക. ആ രീതിയിലുള്ള ഒരു ഐക്യശ്രമം അത് BJPയെ സഹായിക്കാനാണ്, NDAയെ സഹായിക്കാനാണ് എന്നുള്ളൊരു വിലയിരുത്തൽ ഉണ്ടാക്കുന്നു. അതിന് രാഷ്ട്രീയമായ ഒരു സഖ്യം ഉണ്ടായില്ലെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു ഐക്യം ഉണ്ടായില്ലെങ്കിൽ പോലും അത്തരത്തിലുള്ള ചർച്ചകളടക്കം മുന്നോട്ട് പോകുന്നത് അത് തിരിച്ചടിയാകുമെന്നുള്ള ഒരു തിരിച്ചറിവ് NSS നേതൃത്വത്തിനുണ്ടാകുന്നു. കാരണം പല രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന നേതാക്കളുള്ള ഒരു സമുദായ സംഘടനയാണ് NSS. ഈ ഒരു ഘട്ടത്തിൽ NDAയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയുടെ നേതാവിനെ തന്നെ അല്ലെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിനെ തന്നെ ഇത്തരത്തിൽ ഐക്യശ്രമത്തിന് ചുക്കാൻ പിടിക്കുന്നു. അത് പൊതുസമൂഹത്തിൽ അത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയും അത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള ഇടപെടലായി വിലയിരുത്തപ്പെടുകയും ചെയ്യുമെന്ന് NSS ക്യാമ്പ് വിലയിരുത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അത് നേരത്തെയൊക്കെ നമ്മൾ പല ആളുകൾ ചൂണ്ടിക്കാണിച്ചതുപോലെ അത് LDFന് നേട്ടമുണ്ടാക്കാൻ തരത്തിലുള്ള ഒരു നീക്കമാണ് എന്നുള്ള വിലയിരുത്തലുകൾ അല്ല അത് NSS നടത്തിയിട്ടുള്ളത്. അത് സ്വാഭാവികമായും NDA ക്യാമ്പിന് ലാഭമുണ്ടാക്കാൻ അല്ലെങ്കിൽ അവർക്ക് രാഷ്ട്രീയ ലക്ഷ്യം കാണാനുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായി ഇത് പൊതുസമൂഹം വിലയിരുത്തുമെന്നുള്ള ഒരു കൃത്യമായ ഒരു ധാരണയും ഒരു വിലയിരുത്തലും NSS ആ യോഗത്തിൽ പറയുകയും അത് സുകുമാരൻ നായർ തന്നെയാണ് ആ ഒരു കാര്യം ഈ ഒരു യോഗത്തിൽ പ്രമേയമായി അവതരിപ്പിക്കുകയും അതിന് അംഗീകാരം നൽകുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഐക്യശ്രമത്തിൻ്റെ ഭാഗമായി സുകുമാരൻ നായർ നേരത്തെ വാർത്താ സമ്മേളനത്തിലടക്കം ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു സമഗ്രമായ ഒരു ചർച്ച NSSന്റെ ഉള്ളിൽ നടന്നിട്ടുണ്ട്. ആ ഒരു ചർച്ചയ്ക്ക് പിന്നാലെയാണ് അത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ഇടപെടലാണ് SNDPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നുള്ള ഒരു വിലയിരുത്തലുണ്ടാവുകയും അത്തരത്തിലൊരു തിരിച്ചറിവുണ്ടാവുകയും ഈ ഒരു ഘട്ടത്തിൽ ഒരു ഐക്യം വേണ്ടതില്ല എന്നുള്ള കാര്യം തീരുമാനമെടുക്കുകയും ചെയ്തത്. എന്തായാലും തുഷാർ വെള്ളാപ്പള്ളിയെ ഐക്യശ്രമത്തിന് ചുക്കാൻ പിടിക്കാൻ ഏൽപ്പിച്ചത് തന്നെയാണ് ഈ ഒരു ഐക്യത്തിന് ഇത്ര പെട്ടെന്ന് തന്നെ തിരിച്ചടിയാവുകയും അതിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള തീരുമാനം NSS നേതൃത്വം സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ
കരുതിയതിൻ്റെ അപ്പുറത്തേക്ക് സുകുമാരൻ നായർ തന്നെയാണ് ഈ ഒരു വിഷയം സമഗ്രമായി ഈ ഒരു യോഗത്തിൽ ചൂണ്ടിക്കാണിക്കുകയും അതിന് യോഗത്തിൻ്റെ അംഗീകാരം ലഭിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും അത് ഇടതുപക്ഷത്തെ സഹായിക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമല്ല, അല്ലെങ്കിൽ അത് കേവലം വി.ഡി. സതീശൻ എന്നുള്ള പ്രതിപക്ഷ നേതാവിനെ എതിർക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമല്ല എന്ന് മനസ്സിലാക്കുകയും അത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള ഇടപെടലാണ് എന്ന് NSSന്റെ ക്യാമ്പ് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പ്രധാനമായും കാണിക്കാനുള്ളത്. മാത്രമല്ല രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളോട് NSSന്റെ നേതൃത്വത്തിനുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അത് അത്രത്തോളം ചേർത്ത് നിർത്തുന്ന നേതാവാണ് അടക്കമുള്ള നേതാക്കൾ. അത്തരത്തിലുള്ള നേതാക്കളെ അടക്കം പൂർണ്ണമായി തള്ളിക്കൊണ്ട് അത് കോൺഗ്രസ് പാർട്ടിയെ തന്നെ പൂർണ്ണമായും തള്ളി മാറ്റിക്കൊണ്ടുള്ള ഒരു നിലപാടായി മാറുകയും അത് ഏതെങ്കിലും നേതാക്കളോടുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ ഈ ഒരു ഘട്ടത്തിലുള്ള ഈ ഒരു ഐക്യം അത് രാഷ്ട്രീയമായി വിലയിരുത്തപ്പെടുകയും അതൊരു രാഷ്ട്രീയ ഐക്യത്തിന്റെ സ്വഭാവത്തിലേക്ക് വരികയും അത് സ്വാഭാവികമായും NDA ക്യാമ്പ് അത് കൂടുതൽ അതിൻ്റെ ഒരു ഗുണഫലം എടുക്കാനുള്ള സാധ്യത ഉണ്ടാകുകയും അത് NSSന് തന്നെ തിരിച്ചടിയാകുകയും ചെയ്യും, അതിൻ്റെ സമദൂര നിലപാട് തിരിച്ചടിയാകുകയും ചെയ്യും എന്നുള്ളൊരു വിലയിരുത്തൽ തന്നെയാണ് NSS. അപ്പോൾ ആദ്യത്തെ പരസ്യ പ്രഖ്യാപനത്തിന് അപ്പുറത്തേക്ക്, അതായത് തുഷാർ വെള്ളാപ്പള്ളി ഒരു മകനെ പോലെ സ്വീകരിക്കും, രാഷ്ട്രീയ നേതാവിനെ പോലെ അല്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ പ്രഖ്യാപനത്തിൽ തന്നെ സൂക്ഷ്മമായി ആ ഒരു ആലോചന ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. തൽക്കാലം വി.ഡി. സതീശനോട് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ട്. ആ അഭിപ്രായ വ്യത്യാസത്തിലൊക്കെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിൽ സന്തോഷിക്കുകയും വേണമെങ്കിൽ അതിനൊപ്പം നിൽക്കുകയും ചെയ്യുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ ഐക്യ ശ്രമം എന്നത് ഒരുപക്ഷെ BDJS എന്ന സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെ സ്വഭാവത്തിലുള്ള മറ്റൊരു ഐക്യശ്രമമാണോ എന്നുള്ള ആശങ്ക NSS നേതൃത്വത്തിനുണ്ടായി. ആ നിലയ്ക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ NSS നേതൃത്വത്തിൽ ഇദ്ദേഹം അശക്തനാവുകയല്ല സുകുമാരൻ നായർ, പകരം സുകുമാരൻ നായരുടെ ആലോചനയ്ക്ക് ആ നിലയ്ക്കുള്ള ഒരു പിന്തുണ കിട്ടി എന്ന് വേണോ അപ്പോൾ വിലയിരുത്താൻ? തീർച്ചയായും നമ്മൾ അങ്ങനെ തന്നെ വേണം വിലയിരുത്താൻ. കാരണം ഇത് സുകുമാരൻ നായർ SNDP NSS ഐക്യം വേണമെന്ന ഒരു നിലപാടെടുത്ത് ഒരു യോഗത്തിൽ അത് ഏതെങ്കിലും തരത്തിൽ പ്രമേയം പാസാക്കി അതിനെ എതിർത്ത് ഭൂരിഭാഗം ആളുകൾ എത്തുന്ന ഒരു ഘട്ടമല്ല ഉണ്ടായിട്ടുള്ളത്. കാരണം ആ യോഗത്തിൽ ആ ഒരു SNDP NSS ഐക്യവുമായി ബന്ധപ്പെട്ടുള്ള പ്രമേയം അവതരിപ്പിക്കുമ്പോൾ തന്നെ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതികരണം തന്നെയാണ് സുകുമാരൻ നായരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അതായത് അത് കേവലം ഈ ഒരു യോഗത്തിന് മുമ്പ് സ്വാഭാവികമായി സുകുമാരൻ നായർ നടത്തിയിട്ടുള്ള അത് ഒരു ഘട്ടത്തിൽ അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ 50കളിലെ ഒരു ഹിന്ദു ഐക്യത്തിന് സമാനമായുള്ള സാഹചര്യത്തിലേക്ക് പോകണമെന്നൊക്കെ അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നെങ്കിൽ പോലും ഈ ഒരു ഘട്ടത്തിൽ ഒരു തിരിച്ചറിവ് നടത്തിക്കൊണ്ടാണ് എന്തായാലും NSS ആ പ്രമേയം അവതരിപ്പിക്കുകയും അത് പാസ്സാക്കിയെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഐക്യശ്രമം എന്ന് പറയുന്നത് NSSന്റെ സമദൂര നിലപാടുകൾക്ക് തിരിച്ചടിയാകും. ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന് എടുത്തു പറയുന്നുണ്ട്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് ശരിയായിട്ടുള്ള ഒരു നിലപാടല്ല എന്ന് യോഗം വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ അത് സുകുമാരൻ നായരുടെ ഒരു താല്പര്യം മറികടന്നുകൊണ്ട് NSS ഏതെങ്കിലും തരത്തിൽ ഒരു തീരുമാനം എടുത്തതായി നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ വ്യാഖ്യാനിക്കാനേ കഴിയില്ല. ഈ ഒരു യോഗത്തിന് മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കൃത്യമായ ധാരണ NSSന് ഉണ്ടായിരുന്നു, സുകുമാരൻ നായർക്കും ഉണ്ടായിരുന്നു. അത് പ്രമേയമായി അവതരിപ്പിക്കുകയും അതിന് വലിയ പിന്തുണ ലഭിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കൃത്യമായി അതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം അറിഞ്ഞുകൊണ്ടുള്ള ഒരു നിലപാട് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായും സുകുമാരൻ നായർ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. മാത്രമല്ല BJP ക്യാമ്പ് ഇത് വലിയ രീതിയിൽ ഈ ഒരു ഐക്യശ്രമത്തിന് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ പ്രോത്സാഹനം നൽകുന്ന ഒരു സാഹചര്യം അടക്കം നമ്മൾ നോക്കിക്കണ്ടതാണ്. അങ്ങനെയുള്ള മുഴുവൻ സാഹചര്യവും വിലയിരുത്തിക്കൊണ്ട് തന്നെ സമദൂര നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ ഒരു ഘട്ടത്തിൽ ഇനി അങ്ങോട്ട് സമദൂരത്തിലെ ശരിദൂരം അടക്കമുള്ള നിലപാടുകൾ ഇല്ല എന്ന് നേരത്തെ തന്നെ സുകുമാരൻ നായർ പ്രഖ്യാപിച്ചതാണ്. അങ്ങനെ പൂർണ്ണമായും സമദൂരത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകാനും ഈ ഒരു ഐക്യശ്രമത്തിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവുമാണ് എന്തായാലും ഇപ്പോൾ NSSന്റെ ക്യാമ്പിന് ഉണ്ടായിട്ടുള്ളത്. അത് ആ രീതിയിൽ തന്നെ അംഗീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതോടുകൂടിയാണ് SNDP NSS ഐക്യം എന്നുള്ളത് വേണ്ടതില്ല എന്നൊരു തീരുമാനമെടുത്തത്. തുഷാർ വെള്ളാപ്പള്ളിയെ മകനെ പോലെ സ്വീകരിക്കും, അദ്ദേഹത്തെ ഒരു രാഷ്ട്രീയ നേതാവായിട്ടല്ല കാണുന്നത്, SNDPയുടെ ഒരു പ്രതിനിധിയായിട്ടാണ് കാണുന്നത് എന്നുള്ള കാര്യം നേരത്തെ തന്നെ സുകുമാരൻ നായർ വ്യക്തമാക്കിയതാണ്.